ജാസ്മിൻ ജയിലിൽ വെച്ച് നടത്തിയ നിയമലംഘനങ്ങൾ ബിഗ് ബോസും ലാലേട്ടനും വെറുതെ വിടും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ലൈറ്റ് ആയിട്ടാണെങ്കിലും ലാലേട്ടൻ അത് ചോദിച്ച് പ്രേക്ഷകരോടുള്ള തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയതുപോലെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ജയിലിനകത്തേക്ക് കയറി ജാസ്മിനെ ഹഗ് ചെയ്ത് ജിൻഡോയെ ഡിസ്റെസ്പെക്ട് ചെയ്തത് എന്ന. അപ്പൊ ഗബ്രി പറയുന്നു 2 പാത്രങ്ങൾ ഉണ്ടായിരുന്നു ജാസ്മിന് ഫുഡ് കൊടുക്കാനായിട്ട്, ഒരു കൈസഹായിയായിട്ട് പോയതാണ് എന്ന് പറയുന്നു. ഇത്രയ്ക്ക് പരസഹായി ആവണോ മോനെ എന്ന് ലാലേട്ടൻ ചോദിച്ച് പരിഹസിക്കുന്നുണ്ട് ഗബ്രീനെ. പിന്നെ റസ്മിനോട് ചോദിക്കുന്നുണ്ട് റസ്മിൻ എന്തിന്റെ കേടാണ് എന്ന്. അത് പറഞ്ഞപ്പോ ഗാലറി ശരിക്കും ഇളകി മറിഞ്ഞു. പവർ ടീം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പനീരാണ് ജാസ്മിന് കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ റസ്മിന്. അതൊക്കെ ലാലേട്ടൻ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ജാസ്മിൻ മോശമായ വാക്കുകൾ ജിൻഡോയ്ക്കെതിരെ ഉപയോഗിച്ചതൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കുറെ കൂടി ഗൗരവത്തോടെ ലാലേട്ടൻ ചോദിച്ചിരുന്നുവെങ്കിൽ നന്നായേനെ. കാരണം ആ രീതിയിൽ വെറും നിലവാരമില്ലാത്തവര് പറയുന്ന വാക്കുകളാണ് ജാസ്മിൻ പറഞ്ഞത്. ഈ ഷോയുടെ നിലവാരം താഴ്ന്നു പോവുകയാണ് ചെയ്തത്. പിന്നെ ലാലേട്ടൻ എടുത്തിട്ട മറ്റൊരു കാര്യമാണ് ജയിൽ ടാസ്കിന്റെ ആ ഒരു വിഷയം. ജിൻഡോ ചൂണ്ടിക്കാണിച്ച ആ ഒരു വിഷയമാണ്. ശരിക്കും ജാസ്മിന്റെയും നോറയുടെയും അതുവരെയുള്ള എല്ലാ കോൺഫിഡൻസിനെയും നെറുകും തലയിൽ ഒരു കൊട്ട് കിട്ടിയ പോലെയായിരുന്നു. ലാലേട്ടൻ ഇത് എടുത്തിട്ടപ്പോ അവരുടെ മുഖത്തെ റിയാക്ഷൻ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഒരുമാതിരി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന പോലത്തെ റിയാക്ഷൻ കൃത്യമായിട്ട് കാണിച്ച് തരുന്നുണ്ട്. ജിൻഡോ ചൂണ്ടിക്കാണിച്ചത് കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ ജാസ്മിന്റെയും നോറയുടെയും ഇൻഎഫിഷ്യൻസി തന്നെയാണ്. ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് പോലും അവര് നേരെ ചൊവ്വേ ചെയ്യുന്നില്ല. അത് നേരെ ചൊവ്വേ ചെയ്യാത്തതുകൊണ്ട് ജയിലിൽ വിടുന്നു. ജയിലിൽ ഇവർ ഇതേ പരിപാടി തന്നെ കാണിക്കുന്നു. ഈ പോയിന്റ് ജിൻഡോ പറഞ്ഞു തന്നെ ലാലേട്ടനും പറയുന്നുണ്ട്. നിയമങ്ങളെ ലംഘിച്ച് ക്യാപ്റ്റനെയും പവർ റൂമിനെയും തെറിയും വിളിച്ച് പട്ടിഷോ കാണിക്കുന്ന അത്രയും സമയം മതിയായിരുന്നു ആ മാലയൊക്കെ മൊത്തം കോർത്ത് തീർക്കാനായിട്ട്. പിന്നെ ജിൻഡോ പറയുന്ന വേറൊരു കാര്യമാണ് അവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം കോർത്ത മാലയും അധികം താല്പര്യമില്ലാത്തവർക്ക് പകുതി കോർത്ത മാലയും അവര് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് ആ രീതിയിൽ എക്സ്പോസ് ചെയ്ത് വിടുന്നുണ്ട് നമ്മുടെ ജിൻഡോ. ചുരുക്കി പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ഇന്ന് ലാലേട്ടന്റെ വക കിട്ടിയ റോസ്റ്റിനെ ജിൻഡോ ലൈറ്റ് ആയിട്ട് കുറച്ച് റീബൗണ്ട് ചെയ്ത് ജാസ്മിനിലേക്ക് വിട്ടു എന്ന് പറയാം. നല്ല രീതിയിൽ അത് ഏഷ്യുകയും ചെയ്തു. ജാസ്മിൻ ഇച്ചിരി സ്ട്രെസ്ഡ് ആയിരുന്നു ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. ജിൻഡോ നല്ല രീതിയിൽ സംസാരിച്ചു ലാലേട്ടന്റെ മുന്നിൽ. അത് എടുത്ത് പറയണം. കാരണം തന്നിലേക്ക് വന്നതിനെ പുള്ളി നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുകയും അതേസമയം പോയിന്റ് നിരത്തി ജാസ്മിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. അതേപോലെ റസ്മിനെയും പിന്നെ ഇവരുടെ ഈ മുല്ലപ്പൂ ഘടകത്തെ മൊത്തത്തിൽ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു, പ്രത്യേകിച്ച് ഗബ്രീനെയൊക്കെ. അതില് ജിൻഡോ പൊളിച്ചടുക്കി.